ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രൊമോണ് വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും മക്കളുടെയും ആ വിനോദയാത്ര. അവിടെ ഇപ്പൊ എല്ലാവരും കുടുംബശ്രീ വീട്ടിൽ ഒരുമിച്ചാണല്ലോ. അങ്ങനെ രോഹിത്തും ശ്യാമയും അവിടുന്ന് പോകുന്ന കാര്യം സംസാരിക്കണേ. പപ്പിനെ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന് സംസാരിക്കുമ്പോ പപ്പിമോളും പോവാൻ തയ്യാറാവണേ. അപ്പൊ ശാലിനി പറയും, പപ്പിമോള് പോയാൽ എങ്ങനെയാ, നമുക്ക് ഇന്നൊരു യാത്രയുണ്ട്. അത് കേൾക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാവും. അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുക. ഞാനും സത്യമോളും വിഷ്ണുവേട്ടനും കൂടെ ഒരു ടൂർ പോകുന്നുണ്ട്. അപ്പോൾ പപ്പിയും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ അത് സത്യക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ കുട്ടികൾക്കും അതൊരു മാറ്റമാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്യാമ രോഹിത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവർക്ക് വിടാൻ താല്പര്യമില്ലെങ്കിലും ഇപ്പോൾ അതിന് കഴിയില്ലല്ലോ, കാരണം അവരുടെ സ്വന്തം മകളല്ല എന്നുള്ള തോന്നല് അവർക്ക് ഉള്ളിലുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ഇവര് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ വിഷ്ണുവിന്റെ ഓട്ടോയിൽ കയറിയിരുന്ന ആ ഫാമിലിയെയാണ്. അവര് വീട്ടിലെത്തിയിട്ട് ബാഗ് ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഗോൾഡ് വെച്ച ആ ബാഗ് കാണാത്തത് അവർ ശ്രദ്ധിക്കുന്നത്. ആകെ പേടിക്കും. ബാഗ് എവിടെ? ആ അച്ഛൻ ഞെട്ടിലോട് എഴുന്നേൽക്കും. എന്റെ മോളെ, നീ ആ ബാഗ് തോളിൽ തൂക്കിയിട്ടുകൊണ്ടല്ലേ നടന്നിരുന്നത്? ആ കുട്ടി ആകെ പേടിക്കും. അതിലായിരുന്നു ആ കല്യാണത്തിനുള്ള ആഭരണങ്ങളെല്ലാം വെച്ചിരുന്നത്. ആ ബാഗാണെങ്കിൽ വിഷ്ണുവിന്റെ ആ ഓട്ടോയ്ക്കകത്തുള്ളത്. വിഷ്ണുവിനും അറിയില്ല, ഇവർക്കും അറിയില്ല. ഈ കുട്ടി പുറത്തൊക്കെ ഇറങ്ങി അവിടേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം അകത്തേക്ക് പോകുന്നുണ്ട്. ഇനി ആ ഓട്ടോയിലെങ്ങണം എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്തായാലും ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാലും വിഷ്ണുവിനെ 2-3 ദിവസത്തേക്ക് കാണില്ലല്ലോ, കാരണം വിഷ്ണു ട്രിപ്പ് പോയിരിക്കല്ലേ. അങ്ങനെ വിഷ്ണു അത് എടുത്തു കാണുമെന്ന് അവർ ഭയന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് വേണമെന്ന് വിഷ്ണു തന്നെ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള എന്തെങ്കിലും അവസരം ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും ആ സ്വർണ്ണം ഇപ്പോൾ സേഫായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ആ സ്വർണം ആ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് മറ്റാരുടെയും കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും. പിന്നെ സത്യമ്മയുടെ വീട്ടിലുള്ള ആരെങ്കിലും കയ്യിലാണെങ്കിൽ അതെന്തായാലും സുരക്ഷിതമായിട്ട് തന്നെ നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭാമ ഏതൊരു ജോത്സ്യനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളച്ചേട്ടൻ ഏതൊരു ജോത്സ്യനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതുകൂടാതെ നൂർജഹാന്റെയും അനൂപിന്റെയും രജിസ്റ്റർ വിവാഹവും കൂടെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. അതിന്റെ തയ്യാറെടുപ്പുകൾ. അപ്പം നമുക്ക് അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്